നമസ്കാരം. നമ്മുടെ മുട്ട, യു-പിയിലെ മുട്ട ഹിഡനായിട്ട് ഒളിച്ചു വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. പേരെഴുതണമെന്ന് മാത്രമല്ല, മുസ്ലിങ്ങളുടെ കടയിൽ മുസ്ലിങ്ങളുടെ പേരെഴുതി വെക്കണമെന്നല്ല, പത്തുമ ഹോട്ടലിൽ നിന്ന് പേരെഴുതി വെക്കണമെന്നല്ല. അതിൻ്റെ ഉദ്ദേശം ഇത് മാത്രമാണ്. ഇവിടെ ഇനി ഇവരുടെ ഹോട്ടൽ വേണ്ട എന്നുള്ളത് തന്നെയാണ്. എന്തെങ്കിലും കണ്ടാൽ തല്ലി പൊളിച്ചോ ഇതിനുള്ളൊരു ആഹ്വാനം തന്നെ അവിടെ നടത്തിയിട്ടുള്ളത്. ഏതായാലും ശിഷ്യഗണങ്ങൾ, സംഘപണ്ടാരങ്ങൾ അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ മുസാഫർ നഗർ ഫേമസ് ആണല്ലോ. ആ മുസാഫർ നഗറിലെ ജില്ലയിൽ റോഡരികിലൊരു ഭക്ഷണശാല ഉണ്ടായിരുന്നു. അവിടുന്ന് ഉള്ളിയുടെ മണം വന്നു അത്രേ. ആ ഭക്ഷണശാല മുഴുവൻ തല്ലി പൊളിച്ചു. ഇത് നമ്മുടെ ഇന്ത്യയിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് കേട്ടോ ഇത്. അതിൻ്റെ സൂചനയാണ് ഈ കാണുന്നത്. ഒരാഴ്ച മുമ്പ് ഈ കൻവാരി യാത്രക്കാർ, അത് രാജസ്ഥാനിലുണ്ട്, ഉത്തർപ്രദേശിലുണ്ട്, ബീഹാറിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഞാൻ ഉത്തരേന്ത്യയിലുള്ള സമയത്ത് അതൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതായത് ഒരു തലാം എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക. പണ്ടൊക്കെ മീൻ കച്ചവടക്കാരൊക്കെ ഇതിലോ മുള കൊണ്ടൊരു വടി ഇങ്ങനെ വയ്ക്കും, ഇതിങ്ങനെ തോളത്തിന് വയ്ക്കും. അതിൻ്റെ രണ്ട് ഭാഗത്ത് കയറുകൊണ്ട് കെട്ടിയിട്ട് അതിൻ്റെ അടിയിൽ രണ്ട് വട്ടി ഉണ്ടായിരിക്കും. അതിന് സാധനങ്ങൾ ഇട്ടിട്ട് അങ്ങനെ കൊണ്ടുപോവുക പണ്ട്. ഇപ്പം പിന്നെ സൈക്കിളായി, ഓട്ടോറിക്ഷയായി, പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് ഇങ്ങനെ ആയല്ലോ. അപ്പം അന്ന് പഴയ കാലത്തിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ നടന്നു പോയിട്ട് ഗംഗയിൽ പോയിട്ട് പുണ്യജലം കൊണ്ടുവന്ന് തങ്ങളുടെ അമ്പലങ്ങളിൽ, ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ചും, അങ്ങനെയുള്ളൊരു യാത്രയ്ക്കാണ് കൻവാരി യാത്ര എന്ന് പറയുക. കൻവാരി യാത്ര. ആ ചുമക്കുന്നതിനാണ് കാവട് എന്ന് പറയുക. അപ്പോൾ കാവട് യാത്ര എന്നും പറയും. അത് പോകുന്ന വഴിയിൽ, ഇത് അനാദികാലം മുമ്പ് ആരംഭിച്ചതാണ്. 10 വർഷം 20 വർഷം അതിന് മുമ്പ് ആരംഭിച്ചതാണ്. അന്നൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇവിടെ, വെറുതെ ചൊറിച്ചൽ. അത് പോകുന്ന വഴിയിലുള്ള റെസ്റ്റോറൻറ്റുകളിൽ അവിടെ മാംസവിഭവങ്ങൾ വിളമ്പാൻ പാടില്ല. എന്തിനാണ് മുസ്ലിങ്ങൾ അവിടെ ഹോട്ടൽ നടത്താൻ പാടില്ല. നടത്തുകയാണെങ്കിൽ അവിടെ പേര് എഴുതി വയ്ക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഹോട്ടൽ കുഞ്ഞാലി, ഹോട്ടൽ പാത്തുമ്മ പറഞ്ഞ അവിടെ എഴുതി വെക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം അവിടെ ആൾക്കാർ കയറരുത്. ഇതാ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ഈ കാവടി യാത്ര കഴിഞ്ഞാലും അത് അവിടെ എടുത്ത് മാറ്റാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാരെ പാർശ്വവൽക്കരിക്കുക, സാമ്പത്തികമായിട്ട് അവരെ മൈനസാക്കി മാറ്റുക, സാമ്പത്തികമായിട്ട് അവരെ അടിച്ചമർത്തുക, പല രൂപത്തിലും പല ഭാവത്തിലും നേരെ അടിച്ചമർത്തി പശുവിൻ്റെ പേരും പറഞ്ഞ് ആൾക്കൂട്ടക്കൊല അത് വേണ്ടത് നടക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ സാമ്പത്തികമായിട്ട് തകർക്കുക എന്ന് പറഞ്ഞാൽ നിരാധാരന്മാരാക്കി മാറ്റുക, വഴിയാധാരങ്ങളാക്കി മാറ്റുക. അതും ഒരു തരത്തിലുള്ള കൊലപാതകം തന്നെയാണത്. അപ്പോൾ അവിടെ കയറി പിടിച്ചിരിക്കുകയാണ്, സാമ്പത്തികമായിട്ട് തകർക്കുക. അപ്പോൾ അവരുടെ കടയിൽ മുമ്പിൽ എഴുതി വയ്ക്കുക, ഈ ഹോട്ടൽ മുസ്ലിമിൻ്റെ ഹോട്ടലാണ്. സ്വാഭാവികമായിട്ട് അവിടെ ആരെങ്കിലും അറിയാതെ കയറി കഴിഞ്ഞാൽ മുസ്ലിമിൻ്റെ ഹോട്ടലായ എനിക്കെന്താ കയറി എന്താ കുഴപ്പം എന്നും പറഞ്ഞ് ഇവിടെ തൃശ്ശൂരിലൊരു ഹോട്ടലുണ്ട്. എൻ്റെ പേര് മറന്നുപോയി. അത് മറ്റേ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലുള്ളൊരു ഹോട്ടലാണത്. മുസ്ലിമിൻ്റെ ഹോട്ടലാണത്. പക്ഷെ അവിടെയുള്ള ബ്രാഹ്മിൻസ് വരെ അവിടെ കയറുക. അത്രയും നല്ല ഫുഡാണ് അവിടെ കിട്ടുന്നത്. അത്രയും നല്ല കൊക്കാലയിൽ അത്രയും നല്ല ഫുഡാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ആരും പറയാണ് മുസ്ലിങ്ങളുടെ കടയിൽ എന്താ, നമുക്ക് കയറി എന്താ കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും ഹിന്ദുക്കൾ കയറിഞ്ഞാൽ അവർക്ക് അടി കിട്ടും. അവരവിടെ കയറിയതിൻ്റെ പേരിൽ ഇവർക്കും അടി കിട്ടും. അപ്പം അതാണ് കണ്ടുവരുന്നത്. ഒരർത്ഥത്തിൽ പറയുകയെന്ന് വെച്ചാൽ ആ പറഞ്ഞത് യു-പിയിലെ മുട്ട അത് പറഞ്ഞത് വെറുതെ അല്ല, ഒരു തരത്തിലുള്ള ആഹ്വാനമാണ്. നമുക്കിനിവിടെ മുസ്ലിങ്ങളുടെ കടകൾ വേണ്ട. അതാണ് ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള അതിൻ്റെ ലക്ഷ്യം. അതാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ബോർഡുകൾ വെച്ചോളണം, അതൊരു തുടക്കം മാത്രമാണ്. കുറച്ച് കഴിഞ്ഞാൽ പറയും
ബോർഡുകൾ എന്നല്ല, നിങ്ങൾ കടവട വെക്കേണ്ടതെന്ന് തന്നെ പറയും. അവിടേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ആഹ്വാനം, ഹിഡനായിട്ട് കൊടുത്തൊരു ആഹ്വാനം ഒളിച്ചു വെച്ച് പറഞ്ഞിരിക്കുക. ബോർഡ് വെക്കണം എന്നല്ല, തല്ലി തകർത്തോളാനാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് അതിൻ്റെ ശരി. ആ ആഹ്വാനം കൃത്യമായിട്ട് ചെവിക്കൊണ്ടിരിക്കുകയാണ് സംഘിക്കുട്ടപ്പന്മാർ, നമ്മുടെ ഭാഷ പറഞ്ഞ കുറുവടി കോവാലന്മാർ. ഹരിയാനയിൽ നിന്നുള്ളൊരു കൂട്ടം കൻവാരി യാത്രക്കാർ, അവർ ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ ആ വഴിക്ക് പോകുമ്പോൾ ആ ജില്ലയിലെ റോഡ് അരികിലുള്ളൊരു ഭക്ഷണശാല, ആ ഭക്ഷണശാലയുടെ ഉള്ളിൽ നിന്ന് ഉള്ളിയുടെ മണം വന്നു അത്രേ. ഉടനെ അവർ തീരുമാനിച്ചു, അപ്പം നമുക്ക് അടിക്കുകയല്ലേ. അടിച്ചു. ആ ഹോട്ടൽ മുഴുവൻ തകർത്തു. തന്നെ ആ ഹോട്ടൽ മുഴുവൻ തകർത്ത് തരിപ്പണാക്കി. ഒരു ധാബയാണത്, ഹോട്ടൽ ബാലാന്നോ മറ്റോ പേര്. അത് അടിച്ചമർത്തി. മുസാഫർ ജില്ലയിലെ സിസൗന ബ്ലോക്കിൽ ദില്ലി ഹരിദ്വാർ ഹൈവേയിൽ പ്രവർത്തിക്കുന്ന തൗ ഹുക്കേവാല ഹരിയാൻവി ടൂറിസ്റ്റ് ധാബ ആണ് അതിന് ശരിയായിട്ടുള്ള പേര്. ടൂറിസ്റ്റ് ധാബ. ആ ഹോട്ടലിൽ നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഉള്ളിയുടെ മണം വന്നു പറഞ്ഞിട്ട്. ഹരിദ്വാറിൽ നിന്ന് ഗംഗാജലം ശേഖരിക്കാൻ പോയ കന്വാരിമാർ അവർ വെള്ളിയാഴ്ച ഉച്ചഭക്ഷണത്തിനായിട്ട് ഭക്ഷണശാലയിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് ഈ ഉള്ളിയുടെ മണം വന്നത്. ഈ സംഭവം ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇവിടെ മറ്റേ മുസ്ലിങ്ങൾ മാത്രം അവരുടെ വാർത്താ പത്രങ്ങളൊന്നും അല്ലാതെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ പറഞ്ഞു ആഹാരം പറഞ്ഞു. അവിടെ മുസ്ലിമിൻ്റെ കടയല്ല അത്. ആ കടയിൽ വെജിറ്റബിൾ കറിയിൽ ഉള്ളി കഷ്ണങ്ങൾ കണ്ടെത്തി. ഉള്ളി വീര്യം കൂട്ടുന്നതാണ്, രേതസ് കൂട്ടുന്നതാണ് അത്രേ. അവരിലുള്ള ക്ഷത്രിയ ഭാവം പുറത്തേക്ക് കൊണ്ടുവരും, രാജസീയ ഭാവം പുറത്തേക്ക് കൊണ്ടുവരും അത്രേ. സാത്വിക ഭാവം ഒരു ഉള്ളി കഷ്ണം തിന്നാൽ മതി. സാത്വിക ഭാവം ഞങ്ങളുടെ ആശ്രമത്തിലെ സ്വാമി ഒരിക്കൽ പറഞ്ഞു, ഒരു ഉള്ളി കഴിച്ചാൽ സന്യാസം പോകുമെങ്കിൽ സന്യാസിമാരെ മുഴുവൻ പിടിച്ചെടുത്ത് ഉള്ളി അങ്ങനെ കുത്തിക്കയറ്റിയാൽ പോലെ. ഒരു ഉള്ളി കുത്തിക്കയറ്റി കഴിഞ്ഞാൽ അയാൾക്ക് ശുക്ലവർദ്ധനം ഉണ്ടാവും, അയാൾ പിന്നെ പെണ്ണുങ്ങളുടെ പുറകിൽ പോകത്രേ. ഇതാണ് ഉള്ളി തിന്നാത്തതിൻ്റെ കാരണം എന്താണെന്നാണ് പറയണത്. ഇവിടെ ഞാനൊക്കെ ഇവിടെ നമ്മൾ സാമ്പാറിൻ്റെ ഉള്ളി സാമ്പാർ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉള്ളി തിന്നാൽ പോകുന്ന സന്യാസിമാണി പോട്ടറോ, അതങ്ങോട്ട് പോട്ടറോ, അതല്ലേ ഇത് ശരി. അതായത് വിളമ്പിയ വെജിറ്റബിൾ കറിയിൽ ഉള്ളിയുടെ കഷ്ണങ്ങൾ കണ്ടെത്തിയെന്നും പറഞ്ഞിട്ട് കന്വാരി സംഘം ആ ധാബ തൊഴിലാളികളുടെ തലയിൽ ചിത്രം വരച്ചു വെച്ചു. എല്ലാത്തിനും തലയിൽ നല്ല ചിത്രം വരച്ചു വെച്ചിട്ട്, ചുവന്ന ചിത്രം. ഫർണിച്ചറുകൾ മുഴുവൻ അടിച്ചുടച്ചു, ഫ്രിഡ്ജുകൾ മുഴുവൻ അടിച്ചുടച്ചു. അതിൻ്റെ ഇടയിൽ പിന്നെ കൂടെ ഒരാൾ ഓടുന്നു, എൻ്റെ അമ്മോ എന്ന് പറഞ്ഞു. ആരും ഈ പാചകം ചെയ്ത ആളാണ്. അപ്പം അയാളാണല്ലോ നമ്പർ 1 ആയിട്ട് കാണേണ്ടത്. അയാളല്ലേ ഉള്ളി അതിനകത്ത് ചേർത്തത്. ആ പാചകക്കാരൻ്റെ പിന്നാലെ പോയിട്ട് അയാൾക്കും കൊടുത്തു അടി. എന്നിട്ട് ഇനി ഉള്ളിയും വെളുത്തുള്ളിയും കഴിക്കില്ല എന്ന പ്രതിജ്ഞ എടുത്തവരാണ് ഞങ്ങൾ ഭക്തന്മാർ. അതുകൊണ്ട് കറിയിൽ ഉള്ളക്കഷ്ണങ്ങൾ കണ്ടു, ഞങ്ങളുടെ വയറിനകത്ത് പോയി, ഞങ്ങളുടെ ഭക്തിയും ചോർന്നു പോയി അത്രേ. അങ്ങനെ അവരുടെ നിയന്ത്രണം വിട്ടുപോയി. ലഹരി വന്നു അവർക്ക്. ഉള്ളിയിൽ ചെന്ന സമയത്ത്. അപ്പോൾ അവരുണ്ടാക്കിയ നിയന്ത്രണത്തോടെ എത്രത്തോളം വിലയുണ്ട്. ഒരു ഉള്ളിക്കഷ്ണം കൊണ്ട് നഷ്ടപ്പെടുന്ന ഭക്തിയാണ്, ഒരു ഉള്ളിക്കഷ്ണം കൊണ്ട് നഷ്ടപ്പെടുന്ന ധ്യാനപൂരിതമായിട്ടുള്ള മനസ്സല്ല അവരുണ്ടാക്കി വെച്ചത്. ഒറ്റ ഉള്ളിക്കഷ്ണം. അവിടെ സന്യാസവും പോയി, ഭക്തിയും പോയി, എല്ലാം പോയി. ഉള്ളി രാജസീയ ഭാവം ഉണർന്നു. ആരെ കണ്ടാലും അടിക്കും, തല്ലും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ചാപ്പർ പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ റോജന്റ് ത്യാഗി അദ്ദേഹം പറഞ്ഞു, ഇതാണ് കാരണം, അത്ര ഇങ്ങനെയാണ് ഇവർ അവിടെ നിന്ന് ലഹളി ഉണ്ടാക്കാൻ കാരണമെന്ന്. ആശയക്കുഴപ്പത്തെ തുടർന്നാണ് സംഭവം ഉണ്ടായതെന്നാണ് ധാബ ഉടമ പ്രമോദ് കുമാർ പറയുന്നത്.
ഈ ഭക്തന്മാരുടെ ഭക്ഷണത്തിന് ഉള്ളി പാടില്ലെന്ന് അറിയാമായിരുന്നില്ല എന്നാണ് പറയുന്നത്. എങ്ങനെ ഉള്ളി കണ്ടു കഴിഞ്ഞാൽ ഇനി ഉള്ളി ഇടരുത് കേട്ടോ, ഞങ്ങൾ ഈ കന്യാരികൾ വരുമ്പോൾ ഞങ്ങൾ വ്രതം എടുത്തവരാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള വീര്യം കൂടിയ ആഹാരങ്ങൾ കഴിക്കില്ല, വെളുത്തുള്ളി കഴിക്കില്ല, ഉള്ളി കഴിക്കില്ല, അവൻ്റെ പേരിൽ അത് ആവർത്തിക്കരുത് എന്ന് പറയല്ലേ വേണ്ടത്. ഇപ്പോഴും കിട്ടിയ അവസരം മുതലാക്കി അവർ അത് തല്ലി തകർത്തു. ഇവരുടെ ഭക്ഷണത്തിന് ഉള്ളി പാടില്ല എന്ന് അറിയില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, പ്രമോദ് കുമാർ, അയാളും ഹിന്ദുവാണ് കേട്ടോ, വെളുത്തുള്ളിയും ഉള്ളിയും ഇല്ലാതെ വിഭവം വേണമെന്ന് പറഞ്ഞപ്പോൾ പാചകക്കാരൻ അത് സമ്മതിച്ചു. എന്നാൽ കറിയിൽ ഉള്ളിക്കഷ്ണങ്ങൾ കണ്ടെത്തി എന്നാണ് പറയണത്. ശിവന് വിശുദ്ധ ജലം അർപ്പിക്കുന്നത് വരെ ഞങ്ങൾ ഉള്ളിയും വെളുത്തുള്ളിയും കഴിക്കില്ല. അത് കഴിഞ്ഞാൽ കഴിക്കും, അത് കഴിഞ്ഞാൽ എല്ലാം കഴിക്കും. ശബരിമലയിൽ പോകുന്ന പോലെയാണ്. ശബരിമലയിൽ അവിടെ 41 ദിവസം വ്രതം നോക്കി, ഭാഗ്യം വെറുതെ പറയുന്നതാണ്, വല്ല 5-6 ദിവസം വ്രതം എടുത്താൽ ഭാഗ്യം. അത് കഴിഞ്ഞ് ശബരിമലയിൽ പോയിട്ട് തൊഴുതുടനെ തന്നെ തൊഴു നിർത്തണം, പോവാൻ നോക്ക്, നമുക്ക് പോവാൻ നോക്ക്, അയ്യോ സഹിക്കണില്ല. അതങ്ങോട്ട് കഴിഞ്ഞ് വന്നാണ്ടല്ലോ ഇവിടെ കള്ളുഷാപ്പിലേക്ക് എഴുതി വെച്ചിരിക്കുകയാണ്, ശബരിമലയിൽ പോയി തൊഴുതു ഒരു കുപ്പി കള്ളിന് ഒരു കുപ്പി കള്ള് ഫ്രീ എന്ന്. അവരെ വീണ്ടും കുടിപ്പിച്ച് പഠിപ്പിക്കുക. അവരെ പഠിപ്പിച്ചില്ല അവർ തയ്യാറാക്കുക. എൻ്റെ വീർപ്പ് മുട്ടി നിൽക്കുകയാണ് അവർ. അപ്പം അത് ഈ വെള്ളം അവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ അമ്പലങ്ങളിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവർ ആരംഭിക്കും, എല്ലാം തിന്നും, എല്ലാ പോത്തും തിന്നും, എല്ലാ പോത്തുകളും പോത്ത് തിന്നും. അപ്പോൾ പിന്നെ ഉള്ളിയും പ്രശ്നമല്ല, വെളുത്തുള്ളിയും പ്രശ്നമല്ല. ഏതായാലും ഇപ്പോൾ പ്രതിജ്ഞ എടുത്തിട്ടുള്ളതാണ് കൻവാർ ഗ്രൂപ്പിൻ്റെ നേതാവ് ഹരിയോം പറഞ്ഞത്. റോഡിലൂടെ നടക്കുന്ന സമയത്ത് ഉച്ചഭക്ഷണവും അത്താഴവും കഴിക്കുമ്പോഴും ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അവിടുത്തെ ഡെപ്യൂട്ടി SP രാജ്കുമാർ സാബ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആലോചിച്ച് നോക്കണം, ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുക എന്നിട്ട് അതിനെ വലുതാക്കുക. ഈ പ്രശ്നം മതി. ഇതിപ്പോൾ വേറെ ഏതെങ്കിലും സമുദായക്കാരനാണെങ്കിൽ അത് വലിയൊരു സാമുദായിക ലഹളയായിട്ട് പൊട്ടിപ്പുറപ്പെടാൻ, എന്നിട്ട് അടിയുണ്ടാവാൻ, തല്ലുണ്ടാകാൻ, നാടിനെ കുറ്റിച്ചോറാക്കാൻ വേണ്ടി അത് മതി. ഇത് ഇപ്പുറത്തെ ഹിന്ദുക്കൾ അപ്പുറത്തെ ഹിന്ദുക്കളായിട്ട് വലിയ പ്രശ്നങ്ങളില്ലാണ്ട് അവസാനിച്ചു എന്നാണ് തോന്നുന്നത്. ഭാവിയിൽ ഇത്തരം തെറ്റുകൾ, എന്താ തെറ്റുകൾ? ഉള്ളി നമ്മളുടെ കറിയിലിടുന്ന തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കും. അതിനിടെ ഗഡ് ഹരിദ്വാർ ഹൈവേയിൽ മാംസാഹാരം വിൽക്കുന്ന റെസ്റ്റോറൻറ്റ് ഉടമകളോട് തിങ്കളാഴ്ച മുതൽ 12 ദിവസത്തെ കൻവാർ യാത്ര സമയത്ത് അത് ഒഴിവാക്കണം. ഒഴിവാക്കിയില്ല എന്താ പ്രശ്നം? കണ്ടില്ലേ, അതന്നെ പ്രശ്നം. ഒഴിവാക്കിയില്ലെങ്കിൽ, മാംസാഹാരം ഒഴിവാക്കിയില്ലെങ്കിൽ തന്നെയും തൻ്റെ ഈ ഹോട്ടലിൽ തന്നെ ഞങ്ങൾ ഒഴിവാക്കും എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. എന്തോ ഭയത്തിന് അയാൾ നിർത്തിവെച്ചിട്ടുണ്ടായിരിക്കും, അയാൾക്ക് ജീവിക്കണ്ടേ പാവം. ഇവറ്റകളൊന്നും ഭക്തന്മാരുടെ കൂട്ടത്തിൽ വിടപ്പെടുത്താൻ പറ്റില്ല. ശ്രീരാമൻ പലരും കഴിച്ചവനാ, കാക്കയുടെ ആഹാരം കഴിച്ചവനാ. മാനിനെ പിടിച്ചുകൊണ്ടിരാൻ പറഞ്ഞപ്പോൾ എന്തിനാ അമ്പ ചെയ്തത്? മാനിനെ പിടിച്ചുകൊണ്ടുവരാനാ പറഞ്ഞാൽ ഇളമൻ്റെ ഇറച്ചി കൊണ്ടുവരാനാ പറഞ്ഞ സീതാദേവി. ശ്രീകൃഷ്ണൻ വരുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ മദ്യവും ഇളമാൻ്റെ ഇറച്ചിയും തയ്യാറാക്കി വെച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അസ്രായിട്ട് മദ്യം കഴിച്ചിരുന്നവനാണ്, ഇറച്ചി കഴിച്ചിരുന്നവനാണ് ബലരാമൻ. ബ്രാഹ്മണന്മാർ യാഗയജ്ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പശുക്കുട്ടിയെ കെട്ടിയിടും. അവസാന ദിവസം അതിൻ്റെ മൂക്കുമായി എല്ലാം പൊത്തിപ്പിടിച്ച് അതിനെ കൊന്ന് അതിൻ്റെ ബാബയെടുത്ത് ചുട്ടു തിന്നും തെക്കും ചെയ്തിരുന്നതാണ്. എന്നാണ് ഈ ഹിന്ദുക്കളുടെ ഇടയിൽ ഇങ്ങനൊരു രീതി വന്ന് കയറിയതെന്ന് അറിയില്ല. ശിവന് ഈ ഉള്ളി കണ്ടു കഴിഞ്ഞാൽ, ചിലർക്ക് ഉള്ളി കണ്ടു കഴിഞ്ഞാൽ കണ്ണ് നിറയും ഭയങ്കരമായിട്ട്. ഇങ്ങനെ ഇനിയിപ്പോൾ ശിവൻ അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ എന്ന് അറിയില്ല. ഇത് പാവങ്ങൾ ഈ ഹോട്ടൽ നടത്തുന്നവരാണ്, മറ്റേ കോടീശ്വരന്മാർ. അംബാനി അദാനിയുടെയും ഹോട്ടലൊന്നുമല്ലല്ലോ. ആ ഒരു ഹോട്ടൽ വെച്ചിട്ടായിരിക്കും ആ കുടുംബം കഴിയുന്നത്. ആ കുടുംബത്തെ കുഞ്ഞുകുട്ടികളെയും തകർത്ത് എന്നിട്ട് ഇവർക്ക് എന്ത് കോപ്പിലെ മോക്ഷം കിട്ടാനെന്ന് ആലോചിച്ച് നോക്ക്. എന്താ ഉള്ളിക്കകത്ത് ഭഗവാൻ ഇരിക്കുന്നുണ്ടോ? ഇതേതരം ആരാധന മൂത്ത് ഭ്രാന്തായതാണത് വാസ്തവത്തിൽ. നമ്മുടെ ചോറ്റാനിക്കര ഭ്രാന്തത്തിനോടാണല്ലോ ആൾക്കാർ തുള്ളാൻ കണ്ടില്ലേ, തലയിക്കിട്ട് അടിക്കണ കണ്ടിട്ടില്ലേ? അതൊക്കെ ആരാധന മൂത്ത് ഭ്രാന്ത് പിടിച്ച ആൾക്കാരാണ് ഇതൊക്കെ. ഇവിടെ ഉള്ളി മാത്രം കഴിക്കുന്ന ഒരാളുണ്ട് കേട്ടോ കേരളത്തിൽ, BJPയുടെ പ്രസിഡന്റ്. അയാൾക്കിപ്പോൾ എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് അറിയില്ല. ഏതായാലും അയാൾ ആ വഴിക്കൊന്നും പോകാതിനാണ് നല്ലത്. അയാൾക്ക് ഈ പോകുന്ന ആളുണ്ടല്ലോ,
അയാളെ കേരളത്തിലെ BJP പ്രസിഡന്റാ. ഉള്ളി അസലായിട്ട് കഴിക്കാണ്ട് പേര് തന്നെ ഉള്ളീശ്വര, കൊട്ടക്കടാവനെന്ന് പറഞ്ഞാലോ. അതുകൊണ്ട് ആ വഴിക്കൊന്നും പോണ്ട സുരേന്ദ്ര. നിങ്ങൾ ഏത് BJP-കാരനായാലും കേരളീയനല്ലേ. കണ്ടു കഴിഞ്ഞാൽ എന്താ സുരേന്ദ്ര എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല സ്വാമി, സുഖല്ലേ സ്വാമി, ആഹാരം കഴിച്ചോന്ന് ചോദിക്കേണ്ടവനാണല്ലോ. ഹിന്ദു ദൈവങ്ങളുടെ കാര്യമാണ് കഷ്ടം. ആ പേരും പറഞ്ഞ് ഹിന്ദു ദൈവങ്ങളെ വെറുക്കുകയാണ് ആൾക്കാർ. രാമനെ വെറുക്കുകയാണ്. ജയ് ശ്രീരാം എന്ന് വിളി കേൾക്കുമ്പോൾ തന്നെ അമ്മമാർ പറയാം, മക്കളെ വീട്ടിനകത്ത് കയറി അവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്. ഓം കാളി ജയ് കാളി എന്ന് വിളി കേൾക്കുന്ന സമയത്ത് അമ്മമാർ പറയാം, പോലെ ഇടുവാടാതെ അവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പോൾ കാളിയുടെ പേര് പറയുമ്പോഴും രാമൻ്റെ പേര് പറയുമ്പോഴും കൃഷ്ണൻ്റെ പേര് പറയുമ്പോൾ ആളുകൾക്ക് പേടിയാണ്. വാസ്തവത്തിൽ സ്നേഹമല്ല. ഇന്ത്യക്ക് ശരിക്കും പറയാച്ചാൽ മതം എന്ന ക്യാൻസർ ബാധിച്ചിരിക്കുക, മതം എന്ന കുഷ്ഠം ബാധിച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ. സംഖ്യകളാണ് ഇതിനൊക്കെ കാരണം. അവസാനത്തെ വാക്കെന്താ? നമ്മുടെ ഭാരതത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയില്ല. എവിടേക്കാണ് ഈ ഭാരതം പോകുന്നത് നമുക്കറിയില്ല. നമസ്കാരം.